പപ്പടു പതിവ് പോലെ ഊഞ്ഞാലാട്ടം തുടങ്ങി. കിട്ടുന്ന ഗ്യാപ്പിൽ മണ്ണിലും കളിക്കുന്നുണ്ട്. ഇന്ന് വിരിഞ്ഞ പൂക്കളും കുഞ്ഞൂസിന് കൂട്ടായി അടുത്ത് തന്നെ കൂടൊരുക്കിയ കുഞ്ഞു കിളികളും പതിവായി തേൻ കുടിക്കാനെത്തുന്ന കരിവണ്ടും പൂക്കളെ ചുറ്റി പാറിപ്പറന്ന് പൂമ്പാറ്റകളും കുഞ്ഞു കിളികളുടെ പാട്ടുമൊക്കെ രാവിലെ കുഞ്ഞൂസിൻ്റെ ലോകത്തെ വിരുന്നുകാരാണ്. ഊഞ്ഞാലാട്ടം കഴിഞ്ഞാൽ ഇന്ന് വിരിഞ്ഞ പൂക്കളെല്ലാം കാണണം. അതവൻ്റെ ഡെയിലി റുട്ടീനാണ്. പൂക്കളെ തൊട്ടും തലോടിയും കുറച്ചു നേരം അങ്ങനെ നടക്കണം. അടുത്തിടയ്ക്ക് തുടങ്ങിയതാണ് ഈ പൂക്കൾ മണത്ത് നോക്കുന്നത്. മുല്ലപ്പൂക്കൾ വിരിഞ്ഞ നാൾ തൊട്ട് പൂക്കളുടെ മണം വലിയ ഇഷ്ടമാണ്. ഇന്ന് വിരിഞ്ഞ പൂക്കളാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. ബ്രൈഡൽ ബൊക്കെ ഒരു ഭാഗത്ത് നിറയെ പടർന്ന് പൂവിട്ട് അലങ്കരിച്ച് നിൽക്കുന്നു. ഒരു വീക്കായി കാണും പൂവിട്ടിട്ട്. ഇല പോലും കാണാത്ത പോലെ പൂവിടുന്ന ഒന്നാണ്. ഒരുപാട് നാൾ നിൽക്കുന്ന ടൈപ്പ് പൂവുമാണ്. ചുറ്റും പാറിപ്പറന്ന് എന്നും ചെറിയ തേനീച്ചകളും ചിത്രശലഭങ്ങളുമുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ച. ഈ കാഴ്ചകൾക്കൊടുവിൽ പച്ചക്കറിത്തോട്ടമാണ് അടുത്ത ലക്ഷ്യം. ഇന്നധികം വെജിറ്റബിൾസ് ഒന്നും കട്ട് ചെയ്യാനായിട്ടില്ല. കുറച്ച് വഴുതനയും ഉണ്ടമുളകും പച്ചമുളകും കോവയ്ക്കയൊക്കെ കിട്ടി. കഴിഞ്ഞ ദിവസം ഉള്ളത് മുഴുവൻ പറിച്ചതുകൊണ്ട് ഇന്ന് കുറവാണ്. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നിർത്തിയതാണ്. ഇത്രയും കളകളൊക്കെ എന്നും പറിച്ചു മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് വേണ്ടതൊക്കെ കട്ട് ചെയ്തെടുക്കുക പതിവാണ്. പിന്നെ തോന്നിയ 2 നേരം അല്ലെങ്കിൽ 1 നേരം ഒന്ന് നനയ്ക്കും. എന്ത് കട്ട് ചെയ്തെടുത്താലും കുഞ്ഞൂസിന് അത് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നത് വലിയ ഇഷ്ടമാണ്, സന്തോഷമാണ്. അതുകൊണ്ട് എന്ത് കട്ട് ചെയ്താലും ഞങ്ങൾ ഉടനെ അവൻ്റെ കയ്യിൽ കൊടുക്കും. കാണേണ്ട താമസം ഒരു ചിരി അങ്ങ് പാസ്സാക്കും. അങ്ങനെ ഈ സൈഡിൽ ബാക്കി നിന്നതും കട്ട് ചെയ്തു. വഴുതനയും പച്ചമുളകും ഒക്കെ ഈ ഒരു ഭാഗത്താണ്. ഇന്നത്തേക്കായിട്ട് കുറച്ച് പുളിഞ്ചിക്ക മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും അങ്ങ് കയ്യോടെ പറിച്ചു. ഉപ്പിലിടാൻ ബെസ്റ്റല്ലേ. ചെറിയ രീതിക്ക് ക്യാബേജും ഈ വട്ടം പിടിച്ചു കിട്ടി. പാകാനായി കുറച്ച് വിത്തുകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. മണ്ണ് ചെറുതായി ഇളക്കി അമ്മു അത് പാകി. വിത്തുകളല്ലാതെ ഇപ്പോൾ തൈകളും വാങ്ങാൻ കിട്ടും. ഇവിടെ അടുത്ത് നല്ല തൈകൾ കിട്ടുന്ന ഒരു നേഴ്സറി ഉണ്ട്. അവിടെ നിന്നാണ് കൂടുതലും വാങ്ങിക്കുന്നത്. നല്ല രീതിക്ക് വിളവും കിട്ടുന്നുണ്ട്. കുഞ്ഞു തൈകൾക്ക് 5 രൂപയൊക്കെ വില വരുന്നുള്ളൂ. കിട്ടിയ കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾ പൂക്കളൊക്കെ കണ്ട് ചായ കുടിച്ചു. ചായ എന്നും രാവിലെ മസ്റ്റാണ്. ഇനി ആട്ടപ്രാവുകളുടെ നേരമാണ്. അവരെ ഇറക്കി വിടണം. അവർക്കൊപ്പം നിൽക്കാതെ ഇറക്കി വിടാനും പറ്റില്ല. പൂച്ചകളുടെ ശല്യം ഉള്ളത് കൊണ്ട് കൂടെ നിൽക്കാതെ ഇറക്കി വിട്ടാൽ പൂച്ച പിടിക്കാനുള്ള ചാൻസ് ഉണ്ടേ. ഒരു അരമണിക്കൂറോളം പുറത്തു നിന്ന് കൊത്തിപ്പറക്കുകയും ഞങ്ങളുടെ കൂടെ നടന്നും. അവർ തിരികെ കയറും. കുളിക്കാൻ വെള്ളം വെച്ച് കൊടുത്ത ഒരു 1 അവറോളം നീളും ആ ഒരു പ്രോസസ്സ്. കുഞ്ഞൂസിന് അവരുടെ കുണുക്കവും ഒക്കെ വലിയ ഇഷ്ടമാണ്. അവരെ കണ്ട് എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളൂ. ചിലപ്പോൾ അവരുടെ കാഴ്ചകളൊക്കെ കാണിച്ചാണ് ഞങ്ങൾ അവന് ഫുഡ് കൊടുക്കുന്നത്. അവരുടെ ഫേവറേറ്റ് പക്ഷെ ഞങ്ങൾ രണ്ടും അല്ല കേട്ടോ, അമ്മയാണ്. ഞാനും അമ്മുവും ഒക്കെ ഫുഡ് കൊടുക്കുമെങ്കിലും അമ്മയോടാണ് അവർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. എല്ലാവരിലും പൊന്നുമാണ് ഞങ്ങളുടെ എല്ലാം ഫേവറേറ്റ്. പൊന്നുമാണ് അമ്മയുടെ കയ്യിൽ ഈ ഇരിക്കുന്നത്. അവർ പുറത്ത് നിൽക്കുന്ന നേരം കൊണ്ട് മുറ്റം തൊട്ട് ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ആ ടൈം കൊണ്ട് ക്ലീൻ ചെയ്യും. അവരെയും നോക്കാം, നമ്മുടെ പണിയും നടക്കുവേ. ഇന്ന് വിരിഞ്ഞ മറ്റു പൂക്കളാണ്. ശരിക്കും രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എവിടെ പൂക്കളുള്ള ചെടികൾ കണ്ടാലും വാങ്ങിക്കും. കൈയോടെ നടും. എന്തിന്? പൂ കണ്ട് കൊണ്ടുവന്ന കാട്ടു ചെടികൾ വരെ ഉണ്ട് ഇവിടെ. ഗോൾഡൻ റോഡാണ്. പൂച്ചെണ്ടുകളിലൊക്കെ വെക്കുന്ന ഒരു ഫില്ലർ പൂ കൂടിയാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ. പൂവിട്ട ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. ഓരോ യാത്രയിലും കിട്ടിയ ഒരുപാട് പൂച്ചെടികളുണ്ട്. ഓരോ യാത്രയുടെയും ഓരോർമ്മ കൂടിയാണ് അവയൊക്കെ. കുഞ്ഞുനാൾ പോയൊരു കൊടൈക്കനാൽ യാത്രയുടെ ഓർമ്മ ഇന്ന് നൽകി പോകുന്ന ഒരു ബ്ലീഡിംഗ് ഹാർട്ട് വൈൻ ചെടിയുണ്ട് ഇവിടെ. നിറയെ പൂവിട്ട് അന്ന് നട്ട അതേ സ്ഥലത്ത് തന്നെ. ഓരോ പൂക്കളും കിളികളുടെ പാട്ടുമൊക്കെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാനുള്ള ഒരു എനർജി കൂടിയാണ് ഞങ്ങൾക്ക്.
ശരിക്കും നമ്മുടെ വീട് ഒരുക്കേണ്ടത് നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ടാണ്. ചെടികൾ ഇഷ്ടപ്പെടുന്നവർ വീടിന് ചുറ്റും ചെടികളാക്കുക. ഇങ്ങനെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർ അവരെ വാങ്ങി വളർത്തുക. വീട് ഡെക്കറേഷനൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ അതൊക്കെ വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ചെയ്യുക. ലൈഫ് ഒന്നല്ല ഉള്ളൂ അല്ലേ? ശരിക്കും നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ട് കൂടൊരുക്കേണ്ടതാണ് നമ്മുടെ വീട്. നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ട് വീടൊരുക്കിയാൽ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം മതി എല്ലാ ദിവസവും പോസിറ്റീവായി തുടങ്ങാൻ. നല്ല ഓർമ്മകളും സന്തോഷവും ഉന്മേഷവും ശാന്തതയും സമാധാനവും ഒക്കെ ഇതിലൂടെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സന്തോഷം അത് നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതാണ്, നമ്മളാൽ തന്നെ. അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നാളെ കാണാം.